ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചുവെന്ന ഭക്ഷ്യോൽപ്പന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തി വടക്കൻ ബാത്തിന നഗരസഭ നടപടികൾ സ്വീകരിക്കുന്നു. ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. പരിശോധനാ സമയത്ത് ചെറുതും വലുതുമായ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പും നൽകി. ചില കേസുകളിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങളിൽ മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും അധികൃതരുടെ നടപടിയുണ്ട്. 2025 വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ പൊതു ബജറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ഒമാൻ ധനമന്ത്രാലയം സാമൂഹിക ക്ഷേമത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക എന്ന സുപ്രധാന ലക്ഷ്യത്തിലാണ് ഈ വർഷത്തെ പൊതു ബജറ്റെന്ന് ധനമന്ത്രി സുൽത്താൻ സാലിം അൽ ഹബ്സി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ വ്യവസ്ഥകളും തയ്യാറാകുന്നതുവരെ ഒമാനിൽ വ്യക്തികൾക്ക് ആദായ നികുതി ഏർപ്പെടുത്തില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. എന്നാൽ ആദായ നികുതി ചുമത്തുന്നതിന് പകരം മൂല്യവർദ്ധിത നികുതി ഉയർത്താനുള്ള നിർദ്ദേശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വാറ്റ് വർദ്ധിപ്പിക്കുന്നത് എല്ലാവരെയും ബാധിക്കുന്നതാണെന്നും അതേസമയം ആദായ നികുതി 30,000 റിയാലിന് മുകളിൽ വാർഷിക വരുമാനമുള്ള ജനസംഖ്യയിൽ 1% മാത്രം ബാധിക്കുന്നതാണെന്നും സാലിം അൽ ഹബ്സി മറുപടി പറഞ്ഞു. 11.18 ബില്യൺ ഒമാന് റിയാലാണ് ഈ വർഷത്തെ ബജറ്റിൽ കണക്കാക്കുന്ന വരുമാനം. ചെലവ് 11.8 ബില്യൺ ഒമാന് റിയാലും. രൂപമാറ്റം സംഭവിക്കുന്ന ആഗോള ആഭ്യന്തര സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും രാഷ്ട്രവികസനം പുഷ്പമാക്കാനുള്ള ജാഗ്രതയോടെയുള്ളതാണെങ്കിലും അഭിലാഷപൂർണമായ സമീപനമാണ് ബജറ്റ് പ്രതിഫലിപ്പിക്കുന്നത്. ഒമാനിൽ വാട്ടർ ടാക്സി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ഒരുങ്ങുന്നു. കടൽ സഞ്ചാരത്തിന് അവസരമൊരുക്കിയാണ് ടാക്സി സർവീസ് ഏർപ്പെടുത്തുന്നത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വാട്ടർ ടാക്സി സംവിധാനം ഗുണം ചെയ്യുമെന്നാണ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതിയുടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ് അധികൃതർ. മെട്രോ ഉൾപ്പെടെയുള്ള ഗ്രേറ്റർ മസ്കറ്റ് സ്ട്രക്ചർ പ്ലാൻ അനുബന്ധമായാണ് വാട്ടർ ടാക്സിയും ഏർപ്പെടുത്തുന്നത്. ഇതിനായി നിക്ഷേപകരെ ക്ഷണിച്ചിരിക്കുകയാണ്. അടുത്ത മാസം 9 മുമ്പായി മന്ത്രാലയത്തിൽ നിന്നും രേഖകൾ കൈപ്പറ്റണം. മേഖലയിൽ പരിചയസമ്പത്തുള്ള കമ്പനികൾക്കാണ് മുൻഗണന ലഭിക്കുക. അതേസമയം സുരക്ഷിതമായ കടൽ സഞ്ചാര ടൂറിസമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. പദ്ധതിയിൽ നിക്ഷേപം ഇറക്കാൻ സന്നദ്ധരാകുന്നവർക്ക് പ്രത്യേകം സംവിധാനവും ഒരുക്കും. പദ്ധതി സംബന്ധിച്ച് ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം നേരത്തെ പഠനം നടത്തിയിരുന്നു. മസീറയിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ മസ്കറ്റിൽ പദ്ധതി വിജയിക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വാട്ടർ ടാക്സികൾ വ്യാപിപ്പിച്ചേക്കും. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലും ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം NEP നടപ്പിലാക്കുന്നു. NEP അനുസരിച്ച് അക്കാദമിക് ഘടന 5+3+3+4 എന്ന സംവിധാനത്തിലേക്ക് പുനർനിർവചിക്കപ്പെട്ടതായും കുട്ടിയുടെ വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുടനീളം വിദ്യാഭ്യാസത്തോടുള്ള സമഗ്രമായ സമീപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ ഘടന ഇന്ത്യൻ അധികൃതർ ഒരുക്കിയിരിക്കുന്നതെന്നും ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് കിൻഡർഗാർട്ടൻ നിലവിലുള്ള 2 വർഷ ഘടനയിൽ നിന്നും 3 വർഷമാകും എന്നതാണ് പ്രധാന മാറ്റം. 3 മുതൽ 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് 3 വർഷത്തെ കിൻഡർഗാർട്ടൻ, 6 മുതൽ 8 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 1-2 ക്ലാസുകളിലുമാണ് ഉൾപ്പെടുക. പ്രിപ്പറേറ്ററി സ്റ്റേജിൽ 8 മുതൽ 11 വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്ക് 3 മുതൽ 5 വരെ ക്ലാസുകളും 11 മുതൽ 14 വയസ്സുവരെയുള്ള മിഡിൽ സ്റ്റേജിൽ 6 മുതൽ 8 വരെ ക്ലാസുകളും 14 മുതൽ 18 വയസ്സുവരെയുള്ള 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലും സെക്കൻഡറി ഘട്ടവും ഉൾപ്പെടും. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലുടനീളം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസ അനുഭവം പുനർനിർവചിക്കാനുള്ള ഒരു പരിവർത്തന ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്കം പറഞ്ഞു. വടക്കൻ ഗവർണറേറ്റുകളിൽ ഭാഗികമായി മഴ ലഭിച്ചു. മുസന്തം ഗവർണറേറ്റിലും മസ്കറ്റ്, തെക്കൻ ബാത്തിന ഗവർണറേറ്റുകളുടെ തീരപ്രദേശങ്ങളിലുമാണ് ഒറ്റപ്പെട്ട മഴ പെയ്തത്. ഉൾഗ്രാമങ്ങളുടെ ചില സ്ഥലങ്ങളിൽ നേരിയ തോതിൽ റോഡിൽ വെള്ളം കയറി. മഴ ലഭിച്ച പ്രദേശങ്ങളിലെയെല്ലാം രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു.
വടക്കൻ ഗവർണറേറ്റുകളിൽ മേഘാവൃതം തുടരുന്നതിനാൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് മെട്രോളജി വിഭാഗം അറിയിച്ചു. മഴയെ തുടർന്ന് താപനിലയിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രകടമായ മാറ്റവും വന്നിട്ടുണ്ട്. ഞായറാഴ്ച വരെ തണുത്ത കാലാവസ്ഥ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒമാൻ മെട്രോളജി വിഭാഗം വ്യക്തമാക്കി. മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശനിയാഴ്ചയാണ് തണുപ്പ് ഏറ്റവും കൂടുതൽ കരുത്താർജിക്കുക. ഞായറാഴ്ച മുതൽ ഇത് തീവ്രമാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു. പർവ്വത പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും വീശിയേക്കാം. പൊടി ഉയരുന്നതിനാൽ ദൂരക്കാഴ്ചയെ ബാധിച്ചേക്കും. കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. ഉയർന്ന കാറ്റ്, പ്രക്ഷുബ്ധമായ കടൽ, ദൃശ്യപരത കുറയൽ എന്നിവയിൽ നിന്നുള്ള അപകട സാധ്യതകൾ കാരണം ഈ പ്രദേശങ്ങളിലുള്ള യാത്രക്കാർ ജാഗ്രത പാലിച്ചിരിക്കണം. ശക്തമായ കാറ്റും കടൽക്ഷോഭവുമുള്ള സമയങ്ങളിൽ ഔട്ട്ഡോർ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.